ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഒന്ന് ചതച്ചെടുക്കാം. ഒരു 4-5 ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങൾ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടെ 1 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് ഒരല്പം കൂട്ടി നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേർത്തോടുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച ചുവ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗണായി കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്തോരം മട്ടനാണ് എടുക്കുന്നത് അതനുസരിച്ച് സവാളയുടെ എണ്ണത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാനിപ്പം കുറച്ചൊരളവിൽ ഒരു 1/2 കിലോ മട്ടൻ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇടത്തരം സവാളയും പിന്നെ ഒരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള നമ്മളുടെ ഈ സവാളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ആയി വരണം. ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചേർത്തിട്ടുള്ള സവാളയുടെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി കേട്ടോ, നല്ല പഴുത്ത വലിയ തക്കാളിയാണ് ഒരെണ്ണം ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം കേട്ടോ. അപ്പം തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ വഴറ്റി തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വരുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് വരുവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി പച്ചച്ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അല്പം സമയമെടുത്ത് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മട്ടൻ കറി എന്നല്ല, ഏതൊരു നോൺ വെജ് റെസിപ്പിയും നമ്മൾ തയ്യാറാക്കുമ്പം നല്ലതുപോലെ നമ്മളുടെ സവാളയും തക്കാളിയും വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ നിറാവുന്നിടം വരെ വഴണ്ട് വരണം. അന്നേരം മാത്രമേ നമ്മളുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും നമ്മളുടെ സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മൾ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മട്ടൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൻ മസാല ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൻ മസാല കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി വരുന്ന രീതിക്ക് തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള മട്ടൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്തണം കേട്ടോ. 1/2 കിലോയും ഒരല്പം കൂടെ കൂടുതലുണ്ട്. 1/2 കിലോയും 3/4 കിലോയിൽ ഇടയിലുള്ള മട്ടൺ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മട്ടൺ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണേ. നന്നായിട്ട് കോട്ട് ചെയ്ത് എല്ലാ ഭാഗത്തും ആ മസാല എത്തിക്കണം. അതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മട്ടണിൽ തന്നെ ആവശ്യത്തിന് വെള്ളവും അതിൻ്റെ നെയ്യും ഒക്കെ ഇറങ്ങും. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിതിൽ ഒരുപാട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മളുടെ കറിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏതൊരു നോൺ വെജ് റെസിപ്പീസിലും അതുപോലെ വെള്ളം ഇറങ്ങുന്ന ഏതൊരു നോൺ വെജ് റെസിപ്പിയും നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മട്ടൺ വേവുന്നതനുസരിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഓരോ മട്ടൻ്റെ വേവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മട്ടൻ്റെ വേവ് അനുസരിച്ച് നിങ്ങളിത് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കിയുള്ള വിസിലുകളെല്ലാം ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 7-8 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ മട്ടൺ നന്നായിട്ട് വെന്ത് കിട്ടിയത്. അപ്പോൾ ഓരോ നാട്ടിലും കിട്ടുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ച് കുക്കിംഗ് ടൈം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. കണ്ടില്ലേ, അതിൻ്റെ എന്താ പറയുക, നെയ്യെല്ലാം നല്ലതുപോലെ ഉരുക്കി അതിനോട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യുടെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒരു എക്സലൻറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരോടും കൂടെ പറയാണ്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.